പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ദേവബാല മുന്നിലേക്ക് വരികയാണ്. ഇതിന്റെ ഭാഗമായി ദേവബാല ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഹനെ. അപ്രതീക്ഷിതമായ ഈ വരവ് സോഹനെ ആകെ ഞെട്ടിച്ചു കളയുകയും സോഹനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്നതിന് തയ്യാറാവുകയും ചെയ്യുകയാണ് ദേവബാല. എവിടെയാണ് അഭിഷേക്? ആ കാര്യം എനിക്കറിയണം. എന്നെ പറ്റിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അവർ എവിടെയാണ്? എന്താണ് ചെയ്യുന്നത്? എനിക്കറിയില്ല ദേവബാല. അഭിഷേകിനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. 2-3 ദിവസമായി അവനെ കണ്ടിട്ട്. അവൻ എവിടെയാണ് എന്ന് എനിക്ക് യാതൊരു അറിവുമില്ല. കൊള്ളാം, ഞാനിത് വിശ്വസിക്കണമായിരിക്കും അല്ലേ സോഹ? നീ വെറുതെ ഇങ്ങനെ തമാശ പറയല്ലേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, തമാശയല്ല. അവനെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചതാ, പക്ഷേ അവൻ ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഇഷ മേഡം എവിടെ പോയി? അതും എനിക്കറിയില്ല. ഇഷ മേഡം ലീവ് എടുത്ത് പോയതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ശരി, തൽക്കാലത്തേക്ക് നിന്നെ വിശ്വസിക്കുന്നതിന് ഞാൻ തയ്യാറാവുകയാണ്. പക്ഷേ ഞാൻ ഇഷയുടെ കാര്യങ്ങളും അന്വേഷിക്കും. നീ എന്നോട് കള്ളം പറയുകയാണ് എന്നുള്ള കാര്യം പുറത്തു വരികയാണ് എങ്കിൽ സോഹ, നീ മറ്റൊരു മുഖം എൻ്റെ കാണും. ഇതേ തുടർന്ന് ഇഷയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ദേവബാല. ദേവബാലയെ കണ്ടതിനെ തുടർന്ന് വേലക്കാരി ഒന്ന് ഭയക്കുകയാണ്. ദേവബാലയുടെ സ്വഭാവം അറിയുന്ന അവർ ഇതോടെ ദേവബാലയെ ഒഴിവാക്കുന്നതിനായി ശ്രമം തുടങ്ങുകയായി. എവിടെയാണ് ഇഷ? എനിക്കറിയണം. ഇഷ മാഡം എവിടേക്കാണ് പോയത് എന്ന് എനിക്കറിയില്ല. എപ്പോൾ വരും എന്നും എനിക്കറിയില്ല. ദേവബാല ഇവിടെ നിൽക്കണ്ട. ഇതോടെ കത്തിയെടുത്ത് വീശുന്ന ദേവബാല, സത്യം പറയടി, അവർ എവിടേക്കാ പോയത്? ഇഷയും അഭിഷേകും ഒരുമിച്ചല്ലേ പോയത്? സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ മതിയാകൂ. ഇല്ലെങ്കിൽ കൊന്നുകളയും നിന്നെ. മുന്നും പിന്നും എനിക്ക് നോക്കാനില്ല. ഇതോടെ ഭയന്നു പോകുന്ന അവർ, അങ്ങനെയല്ല ഇഷ മേഡം അഭിഷേകിന്റെ കൂടെ അല്ല പോയത്. പിന്നെ എവിടേക്കാ പോയത്? സത്യം പറഞ്ഞോ. ഇഷ മേഡം അച്ഛൻ്റെ കൂടെയാണ് പോയത്, റാംമോഹൻ സാറിൻ്റെ. എവിടേക്കാണ് പോയത് എന്നൊന്നും എനിക്ക് കൃത്യമായി അറിയില്ല. ഇത്രയും കാര്യമേ എനിക്കറിയുകയുള്ളൂ. ഓ ശരി, ബാക്കി കാര്യം ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഇഷ. ഇതോടെ ഉടൻ തന്നെ ഇഷയെ ഫോൺ ചെയ്യുകയാണ് അവർ. ഇഷ, ഇവിടേക്ക് ദേവബാല വന്നിരുന്നു, നിന്നെയും അഭിഷേകിനെയും അന്വേഷിച്ച്. എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് അവരെ തിരിച്ചയച്ചിട്ടുള്ളത്. പക്ഷേ ദേവബാല അങ്ങനെ വിട്ടൊഴിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഷ, നീ സൂക്ഷിക്കണം കേട്ടോ. ശരി ചേച്ചി, ഞാൻ ആ കാര്യം മാനേജ് ചെയ്തുകൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഇഷ അഭിഷേകിനെ ചെന്ന് കാണുകയാണ്. അഭിഷേക്, ദേവബാല ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ തേടി വീട്ടിൽ കയറി അതിക്രമം കാണിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഓ, ആ പ്രാന്തി വീണ്ടും തുടങ്ങിയോ? അതെ, അവളെ ഒതുക്കാനുള്ള സമയം ആയി കഴിഞ്ഞു. ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. ഇഷ, നിനക്ക് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യം ചെയ്തോ. എല്ലാത്തിനും ഞാൻ കൂടെയുണ്ട്. ശരി, ആദ്യം ആ രാഹുൽ, പിന്നെ ദേവബാല എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ് ഇഷ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.